മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാനിപ്പോൾ ഉള്ളത് ചാൽ ബീച്ചിലാണ്. ഇവിടെ ചാൽ ബീച്ച് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അഴീക്കോട് ചാൽ ബീച്ച് ഫെസ്റ്റിവൽ കാണാനായിട്ട് എന്നോട് വന്നേക്കുകയാണ്. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്. പിന്നൊരു സ്പെഷ്യൽ ഒരാളും കൂടി എൻ്റെ വീഡിയോയിലുണ്ട്. വേറെ ആരുമില്ല, എൻ്റെ പപ്പയാണ്. നിങ്ങൾക്ക് ഞാൻ എല്ലാവരും ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ആരൊക്കെയാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളതെന്ന് കാണാം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ആരൊക്കെയാണ് വീഡിയോയിലുള്ളതെന്ന് കാണണ്ടേ? ഹായ് പറയാലോ. പിന്നെ പുതിയൊരാളുണ്ട്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ഇത് എൻ്റെ പപ്പയാണ്. പപ്പ ഇതുവരെ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മയോ അനിയത്തിയൊക്കെ വീഡിയോയിലുണ്ടായിരുന്നു, പപ്പ ഉണ്ടായിരുന്നില്ല. പപ്പ സ്കൂൾ ബസ്സിൽ ഡ്രൈവറാണ്. അപ്പം എപ്പോഴും ബിസിയാണ്. സൺഡേ മാത്രമേ ലീവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ സ്കൂള് അടച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോൾ ആള് വന്നതാണ് അല്ലേ? ഇങ്ങനെയല്ലേ? അപ്പം അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. ഇത് അനിയത്തിയുടെ മോനാണ്. എൻ്റെ പേര് പറഞ്ഞോ? കാശിനാഥ്. ചീക്കോട്ടറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് അപ്പം നമ്മളെല്ലാവരും കൂടിയാണ് ഇന്ന് ചാൽ ബീച്ച് ഫെസ്റ്റ് കാണാൻ. കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഓക്കെ, നമുക്ക് കാണാം. ഇവിടുന്നാണ് ഫെസ്റ്റിലേക്കുള്ള എൻട്രി. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കുന്നുണ്ട്. 50 രൂപയാണ് ഒരു ടിക്കറ്റിന് വരുന്നത്. നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. കയറി നടക്ക്, നടന്നതാണ്. എന്നാ എന്തൊക്കെ പറയുന്നുണ്ടോ? അഴീക്കോട് ചാൽ ബീച്ച് മഹോത്സവം. ഞാൻ വിചാരിച്ചു മടിയിലെവിടെ ഇരുത്തന്നെ നടന്നു പോകുന്നതിന് മടി. ശ്രീകുട്ട അവിടെ നിൽക്ക്. എല്ലാം കണ്ടു കേട്ടോ, നന്നായിട്ട്. താമരക്കുളം, ഈ ഫ്ലവർ ഷോ. ഇത് നമ്മുടെ കൂത്തുപറമ്പിലൊക്കെ ഉള്ള പോലെ തന്നെ. മാറ്റമൊന്നും എനിക്ക് തോന്നില്ല. പിന്നെ കുറച്ച് ഡെക്കറേഷൻ കുറച്ച് അധികം ഉണ്ട് അത്ര തന്നെ. ഫ്ലവർ ചിക്കുട്ടാ ക്യാമറ തുടച്ചിട്ടുണ്ട്.
ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക്. ഇതാണ്, ഇത് ഫുൾ കാടിൻ്റെ ഓരോ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. ആനിമൽസിനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും രാത്രി വരണം കേട്ടോ, എന്നാൽ നല്ല ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയായാണ്. അവിടെ ടൈഗറൊക്കെ ഉണ്ട്. ശ്രീകുട്ടി മയില്, ശ്രീകുട്ടി മയില്, ഇവിടെ മയില്, ചീക്കു മയില് കാണുന്നുണ്ടാ? ഇവിടെ ഭയങ്കര സൗണ്ടൊക്കെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഫുള്ള് ഇതിൻ്റെയാണ് കേട്ടോ. ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നൈറ്റ് വരണമെന്ന് നല്ല നല്ല സെറ്റപ്പാണ്. നീലി എവിടെ? ഓ, ലയൺ ഉണ്ട്, ലയൺ. ഇവിടെ പ്രേതമൊക്കെ ഉണ്ട് കേട്ടാ. പ്രേതം ഈ ലൈറ്റിലെല്ലാം വരുമ്പോ ഒരു പ്രേതമല്ല കേട്ടോ, ഒരുപാട് പ്രേതങ്ങളുണ്ട്. ശ്രീകുട്ടി പേടിയാന്നുണ്ടോ? ഒട്ടും പേടിയില്ല. ചീക്ക് കാണുന്നുണ്ടോ? നിന്നെ കാണുന്ന സ്ഥിതിക്ക് ചീക്ക് പ്രേതത്തിന് കാണുന്നുണ്ടോ? കാണുന്നുണ്ടാ? കുഞ്ഞൂസ് കാണുന്നുണ്ട് പ്രേതത്തിന് കാണുന്നില്ല. അതാ അവിടെ എത്രയുണ്ട്. ഇതാ ഊഞ്ഞാലാടുന്നുണ്ട് ഒരാള്. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ഫെസ്റ്റിവൽ പറഞ്ഞു, പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നുമില്ല. ഏതില് ശ്രദ്ധിച്ച് നടക്കട്ടാ. എടാ അങ്ങ് കയറണ്ട. എന്തിനു പോണേ? ഇങ്ങോ അടിപൊളി. കുഞ്ഞു അടിപൊളിയാ. കുഞ്ഞു കുഞ്ഞു അടിപൊളിയാ.
ശ്രദ്ധിച്ച് കളിക്കണേ. ഇനി അങ്ങോട്ട് എത്തിനാ പോകുന്നത് ഞങ്ങള്? ഇങ്ങോട്ട് പോവാ അല്ലേ? വഴുതെറ്റി എല്ലാ ഇതാല്ലേ വരുന്നില്ല. ശ്രീകുട്ടി എടി വാ, ഇവിടെ ബ്ലോക്കായി. അതാണ് അത്. എടുത്തു കുഞ്ഞെടുത്തു. ദൈവമേ എവിടെ? എടാ ഇങ്ങനെ പുറത്ത് വരും. അങ്ങനെയൊന്നും പറ്റില്ല. കറക്റ്റ് അഴിയിലോട്ടോ. ഇതേ ഇപ്പഴത്തോട്ട് പുറത്ത് വരാം. എവിടെ എവിടെ? വാ എല്ലാരും പുറത്തേക്ക് വാ. ഇല്ല അതിലെ ബ്ലോക്കാ. അപ്പുറത്തോട്ട് നേരെ പോട്ടെ. ആ പോട്ടെ പോട്ടെ അങ്ങോട്ടെ അങ്ങോട്ടെ. അതേ ചോളെ രക്ഷപ്പെട്ടാ രക്ഷപ്പെട്ടാ. അനിയത്തിക്ക് ചോളം വേണോന്ന് പറഞ്ഞിട്ടതാ. അവള് ചോളം വാങ്ങുന്നുണ്ട്. ആള് വീതം ഓരോ ചോളം വാങ്ങിക്കോളൂ. നിന്റെ വീക്ക്നെസ്സാ? ഞങ്ങൾക്ക് ചോളം ചേട്ടൻ സെറ്റാക്കി നോക്കാം. ശരിക്കൂട്ടാ വെയിലുള്ളല്ലേ? ലാനി എന്നാ തിന്നോണ്ടിരിക്കണേ? കടലക്ക എങ്ങനെയുണ്ട് ലാനിയോ? ലാനു ബീച്ചിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ചെയ്തോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമുക്ക് റിസൾട്ട് പറയാം. ലാസ്റ്റ് നീ പറയും എങ്ങനെയുണ്ടെന്ന് അറിയോ? ഫൈനൽ എല്ലാം കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നീ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മളെ കൂടെ ചെയ്യണോ? ഒന്നിച്ചാ? ഓക്കെ. കഴിക്കുന്ന എങ്ങനെയുണ്ട് ശ്രീകുട്ട ചോളം? കുഞ്ഞിന് വേണ്ടേ? വാ. ശ്രീക്ക് വേണ്ട ചോളം? വേണ്ട. നിങ്ങൾ ഈ കടല തിന്ന് ദൈവമീത ഹസ്ബൻഡ് കടല വാങ്ങുക, വൈഫ് കഴിക്കുക. ഇത് തീരെ നേരെ കടല വാങ്ങിത്തരാൻ ഒരാളുണ്ട്. എങ്ങനെ വെയില്? അടിപൊളിയാ. ഞാൻ ഫസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞാണ് ഞാൻ തന്നെ വന്നു. കുഞ്ഞിനെ വിളിച്ചിട്ടൊന്നും കുഞ്ഞ് വരുന്നില്ല. അപ്പം ഞാനിത് ട്രൈ ചെയ്യാം. അപ്പോൾ ശ്രീകുട്ടി പറയാം, ആൻറ്റി പറഞ്ഞ് ആൻറ്റിയുടെ കൊടുക്കാന്ന്. അപ്പോൾ ശ്രീകുട്ടി പറയാം ആൻറ്റി തിന്ന് കഴിയുമ്പോഴത്തേക്ക് അത് തീരും, കുഞ്ഞിനുണ്ടാവില്ല. അത് ആർക്കറിയാം അവസാനം അടി വരുമെന്ന് ഞാൻ അറിയില്ല. ഞാൻ എന്തായാലും കഴിക്കുന്ന നമുക്ക് വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തോണ്ടാ? ഇത് വേണ്ട എനിക്ക് രസമില്ല പോലും, പക്ഷെ നമുക്ക് നല്ല രസമുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിനെ പറ്റൂ. ഓളൊന്നാ ഒന്ന് ഫുള്ളായിട്ട് കഴിക്കാം. അമ്മേൻ്റെ അടിക്കതാ ഞാനിതൊന്ന് തിന്നടി കഴിക്കൂ. ഇവിടെ നൈറ്റ് പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റേജൊക്കെ ഉണ്ട്, സ്റ്റാളുണ്ട് ഒരുപാട്. നമുക്ക് അവിടത്തേക്ക് പോകാം. ഫസ്റ്റ് നമുക്കൊരു പീസ് തരുക. ഞാൻ നിന്നെ എത്ര വിളിച്ചിന് കുഞ്ഞു ചോളം തിന്നാനായിട്ട്, അപ്പം നീ വന്നില്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞില്ല, മതി കളഞ്ഞേക്കില്ല. കളയൂല.
നമ്മള് കല്ലുമ്മക്കായി ചായ നിങ്ങള് ചാനലിൽ വർക്ക് ചെയ്യാം ഏത് യൂട്യൂബ് ഞങ്ങളെല്ലാം എടുത്തുവിടും ഇനി എടുക്കല്ലേ നിങ്ങളെ മാത്രമേ എടുക്കണുള്ളൂ ഞങ്ങളെ നല്ലോണം എടുക്കും യൂട്യൂബ് എല്ലാം ഉണ്ട് ചൂട് കല്ലുമ്മക്കായി ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഫേമസ് ആകട്ടെ ഇതാ കല്ലുമ്മക്കായി സൂപ്പറാണ് അടിപൊളി ടേസ്റ്റാ ആ അടിപൊളി തിന്നാലും നിങ്ങൾക്ക് നോക്കട്ടെ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും കല്ലുമ്മക്കായി നോക്കട്ടെ അപ്പം ഫ്രഷ് ആയിട്ട് ലൈവായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം ചായ ആയാലും ലൈവാണ് റെഡി ആയിട്ടില്ലല്ലോ തീർന്നിരിക്കല അത് ഇവിടെ ഇടുമ്പോഴത്തേക്ക് ചായ വേണം നിങ്ങൾക്ക് ശരിക്കും കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ് സർക്കാർ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വിഭാഗത്തിന് ഇങ്ങനൊരു സ്റ്റാർ ഇതെല്ലാം കിട്ടിയത് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നും ഞങ്ങളെ സമൂഹം മോശമായിട്ടില്ല ഞങ്ങൾക്ക് അതുപോലെ വീട് പാസ്സാക്കി തന്നു ഇപ്പം അതുപോലെ സ്വന്തമായിട്ട് കടയുണ്ട് എല്ലാം ലൈഫ് അടിപൊളി ജീവിതം ഇതിപ്പോൾ കാണുന്നില്ലേ സ്ത്രീകളെ പോലെ തന്നെ ഞങ്ങൾ ട്രാൻസ്ജെൻഡറും ഒന്നിച്ച് നിന്ന് ജോലി ചെയ്യുന്ന കാലം മാറി മാറി വരികയാണ് ഇത് മത്സ്യത്തൊഴിലാളികളാണ് സ്ഥിരമായിട്ട് ശ്രീകുട്ടി ഉപ്പിലിട്ടത് വേണമെന്ന് പറയണേ ഏതാ മാങ്ങയാ ഒരു ഉപ്പിലിട്ടത് തന്നു ചേച്ചി ഏതാണ് നീ പറയണേ അതാണോ മാങ്ങയല്ല മാങ്ങയല്ല വേണോ അത് നല്ല ടേസ്റ്റാണ് ചായക്ക് മധുരം വേണേച്ചി ആ അതൊക്കെ ഒരെണ്ണം എടുത്തു കഴിക്കുന്നിട്ട് നോക്കട്ടെ എന്താ ടേസ്റ്റ് ലാനിയുടെ എക്സ്പ്രഷൻ നോക്കട്ടെ എന്തുണ്ട് അടിപൊളിയാ രസമുണ്ട് അപ്പൊ നിനക്ക് കല്ലുമ്മക്കായി വേണ്ടല്ലോ 2 കല്ലുമ്മക്കായി ആണ് ചൂടോടെ കഴിക്കാം അപ്പൊ ഞാൻ ഇതാ കല്ലുമ്മക്കായി വാങ്ങിയിട്ടുണ്ടേ നമുക്കിത് കഴിക്കാം ആകെ ഫുൾ സൈഡായല്ലോ ശ്രീകുട്ട വേർത്തിട്ട് ഓ ആ വരാം ശ്രീകുട്ടനും എനിക്കും മാത്രമേ കല്ലുമ്മക്കായി വേണ്ടൂ അമ്മക്ക് വേണ്ട അനിയത്തിക്ക് വേണ്ട പപ്പക്ക് വേണ്ട പിന്നെ ശ്രീകുട്ടി ഉപ്പിലിട്ടതാണ് ചോദിച്ചത് കുഞ്ഞൂസിന് വേണ്ടല്ലോ കല്ലുമ്മക്കായി കുഞ്ഞൂസിന് വേണ്ട ഇനി കുഞ്ഞൂസ് കുറച്ച് കഴിഞ്ഞിട്ട് തീരാനാവുമ്പോൾ വന്നിട്ട് പറയും ഒരു കല്ലുമ്മക്കായുടെ ഒരു പീസ് തരുമോന്നല്ലേ ഞാൻ അറിയില്ലേ പാനിപൂരി കഴിച്ചോളാം നല്ല ചൂടുണ്ട് ചേക്കൂട്ടെ എങ്ങനെ കഴിക്കുക ആ ഭയങ്കര ചൂടുണ്ട് ടിഷ്യൂ ഉണ്ടോ ചേച്ചിയുടെ കയ്യിൽ കല്ലുമ്മക്കായി കഴിച്ചു നോക്കട്ടെ ഭയങ്കര സോഫ്റ്റാണ് മാവ് നന്നായിട്ട് സെറ്റായിനോന്ന് അറിയില്ല ചൂടോടെ ആയതുകൊണ്ട് കഴിച്ചോ കേട്ടോ ഇതാ എൻ്റെ കല്ലുമ്മക്കായി തിന്നുന്ന ഇത് കണ്ടിട്ട് എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് കൊതി കൊണ്ടിതാ അനിയത്തി ഒരു കല്ലുമ്മക്കായി കൂടി വാങ്ങി എങ്ങനെയുണ്ട് ടേസ്റ്റില്ല നല്ലില്ല നല്ല എരിവുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ കഴുകും ചെക്കൂട്ട അമ്മക്കും കുറച്ച് വെള്ളം വേണം വെള്ളം ഒഴിച്ച് കൈ കഴുകി കൊടുത്താൽ എന്നാ ഇവളുണ്ട് എന്നെ എങ്ങോട്ടോ വശീകരിച്ച് കൊണ്ടുപോകുന്നു ഫുൾ ചിലവിലേക്കുള്ള കാര്യത്തിനായിരിക്കും അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് പോവില്ല നല്ല മോളാ അല്ലേ നല്ല പൊന്നു മോളാ ഫുൾ ചിലവിൻ്റെ എന്തോ അത്യാവശ്യ കാര്യത്തിന് എന്നെ വിളിച്ചിട്ട് എന്തിനാ കുട്ടി ഇവിടേക്ക് വന്നേക്കുന്നത് ഒന്നും ഞാൻ വാങ്ങിത്തരില്ല ഇനി വെറുതെ പറയണ്ട ഇതൊന്നും ആവശ്യമില്ല കേട്ടോ ഇനി എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ ഞാൻ വാങ്ങിത്തരും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്നും ഞാൻ വാങ്ങിത്തരില്ല ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിത്തരാം ഒന്നുമില്ല നിനക്ക് വാങ്ങണ്ടെങ്കിൽ ചെറിയ കുട്ടികളല്ലേ പാനിപൂരി ഒറ്റക്ക് ആര് അരിയാ
നമ്മുടെ ഫേവറേറ്റ് ആയിട്ടാണ് പാനിപ്പൂരി. പാനിപ്പൂരി കഴിക്കാതെ ഒരു ഫെസ്റ്റും കണ്ടിട്ട് തിരിച്ചു പോയ ചരിത്രമില്ല. ചേട്ടൻ പാനിപ്പൂരിയൊക്കെ സെറ്റാക്കി. ഓ പാനിപ്പൂരി സെറ്റാക്കട്ടെ. എങ്ങനെ എന്താ എങ്ങനെ പറഞ്ഞേ എന്നിട്ട് പറഞ്ഞേ എന്താ വെള്ളം ഒഴിക്കാതെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ലാനിയോ അമ്മൂമ്മേനെ എടുത്തിട്ട് ഇവളിങ്ങനെ എന്തേലും ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടതാണോ ഡ്രസ്സ്? ആൻറ്റി മോളു അവര് രണ്ടുപേരും നമ്മള് പറഞ്ഞിട്ടല്ലേ. ഇനി ഇവള് രാജാവുക. പാനിപൂരി കയ്യിൽ കിട്ടിയ ഇവള് രാജാവാ. നമ്മൾ ഇന്നും കാണണ്ടേ രണ്ടുപേരായിട്ട് കാത്തിക്കുന്നു പാനിപൂരിക്ക് കൊടുക്കുക അവർക്ക്. ചീക്കുട ചീക്കുപ്പാ കുഞ്ഞൂസ് എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഇനി പിന്നെ എന്നാ പിന്നെ ഇത് എടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. എങ്ങനെയുണ്ട്? അടിപൊളിയാ. പപ്പ എന്തൊക്കെ വാങ്ങി തരുന്നുണ്ടോ? എന്തെങ്കിലും വാങ്ങി തരുന്നുണ്ടോ? ഇരുന്ന് ആലോചിക്കുക. പാനിപ്പൂരി കിട്ടിയിട്ടില്ല നിനക്ക്? ഒരെണ്ണം കിട്ടിയില്ല. കൊതിക്ക് ഒരെണ്ണം കിട്ടിയില്ല. അവിൽ മിൽക്കാ. ഒരു അവിൽ മിൽക്കും കൂടി കഴിക്കാന്ന് വിചാരിച്ച്. ഒരെണ്ണം ടൂറ്റി ഫ്രൂട്ട്. സിൽന. ഇവിടെ നഴിക്കൊടുന്നു. ഇവിടെ വീണ്ടും പാനിപ്പൂരി വാങ്ങിയോ? വെച്ചിട്ടുണ്ട്. ഫ്ലേവർ ഐസ്ക്രീം. ഇനിയാണ് മിക്സി. ആ എന്തെറ്റി? വാവ് അടിപൊളി. ഫാലൂദ സ്റ്റൈലിൽ അവിൽ മിൽക്ക് സെറ്റ് ചെയ്യുന്നതിന് ആദ്യമായിട്ട് കിടന്നു. അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റും കൂടി അറിഞ്ഞിട്ട് ബാക്കി കാര്യം എന്നിട്ട് പറയാം. ചേട്ടൻ അടിപൊളിയായിട്ട് റെഡിയാക്കി തന്നു. താങ്ക് യു. ശരിക്കും ഇത് അവിൽ മിൽക്കാണോ അല്ലെങ്കിൽ ഐസ്ക്രീം ഷേക്കണോ? ഇങ്ങനെയാണല്ലേ? ഓ മിക്സ് ചെയ്യട്ടെ. ഇത് അവിൽ മിൽക്ക് മിക്സ് ചെയ്യാം. അതിൽ പാലൊഴിച്ചിട്ടില്ല. പാല് മിൽക്കില്ലേ? മിൽക്ക് ശ്രീകുട്ട ആർക്ക് ഏച്ചിക്കാവൂല ആദ്യം കൊടുക്കണ്ടേ? നാനിയൊക്കെ ആ പക്ഷെ സ്പൂണ് പൊട്ടിപ്പോകട്ടാ. ശ്രീകുട്ടന് എങ്ങനെയുണ്ട്? കുഞ്ഞു വാ. വേഗം വാങ്ങ്. അമ്മൂന് പറഞ്ഞു തരൂ.
പറഞ്ഞു തരൂ. നമുക്കൊന്ന് ഫുള്ളായിട്ട് കിട്ടിയില്ല. ചേച്ചി ഒരെണ്ണം കൂടി വേണം. ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു. അപ്പൊ ദേഷ്യം കൊടുത്തത് പിന്നെ എനിക്ക് കൊടുക്കുന്നുണ്ടാവും. രസം നോക്കട്ടെ. എല്ലാം കൂടി മിക്സ് ആക്കടി. മതി കുടിച്ചോ കഴിച്ചോക്ക്. അമ്മമ്മ ഷുഗർ എലിച്ചിട്ട് വേണോ? അടിപൊളി. ടേസ്റ്റ് ഒക്കെ ശരി. ഇനി ഞാൻ തിന്നട്ടെ. ചിക്കുട്ടാ രസം തിന്നു. ഇനി അടിപൊളി. ഇനി എനിക്ക് അത് അടുപ്പിച്ചിട്ട് ദൂരോട്ട് എടുക്കാണ്ട്. അടിപൊളിയാ. അങ്ങനെ നാളെ എല്ലാം മോളെ അങ്ങ് വരാമല്ലേ, ഞങ്ങൾക്ക് രാവിലെ ബസ് പോണ്ട്. ഞാൻ കഴിക്കും. നീ അടുത്ത് കൊടുത്തേ വന്ന്. ലാനിയ ഇച്ചിരി തരുവോ? ലാനി ഇച്ചിരി തരുവോ? ആ നമുക്ക് കൊടുക്കാം ഒന്നുകൂടി. രണ്ടുപേരും ടേസ്റ്റ് കാരണം ശ്രീകുട്ടനും വാങ്ങി കുഞ്ഞും വാങ്ങി. ഇവിടെ അതിപ്പം താഴെ ഇവിടെ ഇരുന്നിട്ട് കഴിക്കും ശ്രീകുട്ടൻ. അതില് എന്ത് സംഭവം? വെള്ളത്തിൻ്റെ നിങ്ങൾ കുടിക്കുന്ന വെള്ളം പിന്നെ ഇവിടെ ബീച്ച് ഫെസ്റ്റ് വന്നപ്പോൾ അവിടെ കണ്ടതാണ് നെക്സ ഹെൽത്ത് കെയറിൻ്റെ ഒരു സർവീസ് അവരിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ നെക്സ്പ ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മളെ കമ്പനീൻ്റെ പേര്. അത് ഓൾ കേരള ചെയ്യുന്നതാണ്. പിന്നെ എറണാകുളത്താണ് ഹെഡ് ഓഫീസ്. കണ്ണൂർ കീവേട്ടവറിൽ ഓഫീസുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പം പിന്നെ ഒമ്രോൺ എന്ന് പറഞ്ഞ ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നെബുലൈസർ, BP അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ECG മെഷീൻ, വെന്റിലേറ്റർ, പിന്നെ OT തിയേറ്റർ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ അക്വാ ഗാർഡ് എന്നിട്ട് വേറെ ഡിവിഷൻ ഉണ്ട്, വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. അതെങ്ങനെയാണ്? അത് സാധാരണ വെള്ളം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. വീട്ടിൽ നിങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് വെള്ളം ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ഡിഫറെൻറ്റ് ഇതായിരിക്കും ഓരോ ആൾക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെഷീൻ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ EMI ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങൾ എവിടെ ഉണ്ടാവും? ഏകദേശം ഒരു കണ്ണൂർ ഏതൊക്കെ പ്ലേസിൽ വരുന്നുണ്ട് നമ്മൾ? തലശ്ശേരി, പിന്നെ കണ്ണൂർ, കൂത്തുപറമ്പ്, പഴയങ്ങാടി, ആ സൈഡാണ് ഉള്ളത്. നമ്മുടെ ഓഫീസ് കേവ ടവറിലാണ്. പിന്നെ പള്ളിക്കുളം നമുക്കൊരു ക്ലിനിക്ക് ഉണ്ട്, നെസ്മ കെയർ എന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മളിത് ഹോം ഇത് ചെയ്യുന്നുണ്ട്. വീട്ടിൽ പോയി ഒരു രോഗീനെ പരിചരിക്കുന്ന പരിപാടി ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വാക്കം ക്ലീനറിൻ്റെ പരിപാടി ഉണ്ട്. ഇത് റോബോ എന്ന് പറഞ്ഞ ഐറ്റമാണ്. പിന്നെ ഓണായി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തോളും. അതുപോലെ മൊബൈൽ ചെയ്യുന്ന വേറെ ഒന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ചാൾട്ടത് നമ്മൾ ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മെഡിക്കൽ ഐറ്റംസ് പരിചയപ്പെടുത്താനാണ്. ശരി, താങ്ക് യു. ഇവരുടെ തന്നെയാണ് സൗജന്യ ഫിസിയോതെറാപ്പി കൺസൾട്ടേഷൻ്റെ ഒരു ഇതാണ്. അപ്പം അവരെന്താണ് പറയുന്നത് നോക്കാം. എൻ്റെ പേര് ജിപ്ന ജയദേവൻ. ഞാൻ മെൻറ്റ് ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇപ്പം ദിനചര്യയായിട്ട് എല്ലാവർക്കും ജോയിൻറ്റ് പെയിൻസ് ആയാലും മസിൽസ് പെയിൻസ് ആയാലും കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് പോലെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു ക്യാമ്പയിൻ നടക്കുന്നത്. ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം, കൺസൾട്ട് ചെയ്യാം. ഫ്രീ കൺസൾട്ടേഷൻ ആയിരിക്കും. നോർമലി മെഡിസിൻ എപ്പോഴും ഒരു ടെമ്പററി ക്യൂർ മാത്രമേ ഉള്ളൂ, പെർമനൻ്റ് അല്ല. പക്ഷേ ഒരു ലൈഫ് സ്റ്റൈൽ ആൻഡ് എക്സസൈസ് ആകുമ്പോൾ നമുക്കൊരു പെർമനൻറ്റ് ക്യൂറാണ്. ആൻഡ് അത് ഏറ്റവും ബെറ്ററാണ് ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ. ബിക്കോസ് സ്ട്രോക്ക് അങ്ങനത്തെ കുറേ ന്യൂറോ കണ്ടീഷൻസ് ഒക്കെ കോമൺ ആണ്. ഇപ്പോൾ 30 ഇയേഴ്സിൽ തന്നെ ആൾക്കാർക്ക് വരുന്നത്. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സസൈസിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്താണ് നല്ലത്, ഏതൊക്കെയാണ് നല്ലത് എന്നുള്ളത് പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഇത്തിരിയെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്ക് സ്ട്രോക്ക് വരുന്നതൊക്കെ കംപ്ലീറ്റ്ലി ഒന്ന് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഞങ്ങളുടെ മെയിൻ ക്യാമ്പയിൻ്റെ ഉദ്ദേശം ഇതാണ്. താങ്ക് യു. സി യു. അപ്പോൾ ഇവിടെ ചാൽ ബീച്ച് ഫെസ്റ്റിന് വരികയാണെങ്കിൽ എന്തായാലും നമ്മളിവിടെ
വന്ന് നോക്കുക എല്ലാവരും. യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ ബീച്ച് ഫുൾ എക്സ്പ്ലോർ ചെയ്തു. ചാൽ ബീച്ച് ഫെസ്റ്റ് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ടൈം ഏകദേശം 6:16 അങ്ങനെ ചാൽ ബീച്ച് ഫെസ്റ്റ് നമ്മൾ എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളിയല്ലേ? അപ്പം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ സമയം കുറേ ലേറ്റ് ആയിട്ട് നമുക്ക് തിരിച്ച് പോകാൻ നോക്കുകയാണേ. അടിപൊളിയല്ലേ? ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും പറ്റുവാണെങ്കിൽ ചാൽ ബീച്ച് ഫെസ്റ്റ് കാണാൻ വരിക. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ബൈ. കുഞ്ഞു ബൈ.